ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. KSEB വർക്കറുടെ അപേക്ഷകരുടെ എണ്ണം കൂടിയോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണ് ഇന്ന് മാസ്റ്റർ കീ അക്കാഡമി പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം KSEB വർക്കറുടെ എക്സാം എന്നാണ് 30/9/2026 സെപ്റ്റംബർ 30 എക്സാം ഡേറ്റ് വരുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് സുവർണ അവസരമാണ്. മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. വെറും 2500 രൂപയ്ക്കാണ് ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ ഈ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഇനിയും അപേക്ഷിച്ചവരിൽ നിന്നും പഠിച്ചു തുടങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും, ജില്ലാടിസ്ഥാനത്തിലുള്ള എക്സാം ആണെന്ന് അറിയാലോ, ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. നോക്കാം. അപ്പോൾ നോക്കിയേ, ഇതാണ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ. നമുക്ക് തെക്ക് നിന്ന് തന്നെ തുടങ്ങാം അല്ലെ. തിരുവനന്തപുരം ജില്ലയിൽ നോക്കുക, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ബിഫോർ കൺഫർമേഷൻ അല്ലെ. കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് 3486 പേരായിരുന്നു ആപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ആഫ്റ്റർ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് എത്ര ആയിട്ട് കുറഞ്ഞു? 2993 ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. കൊല്ലത്താണെങ്കിൽ 1704 പേര് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയാണ്? 1404. ഏകദേശം 300 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നോക്കാം, 613 പേരായിരുന്നു, ഇപ്പോൾ എത്രയായി? 514 മാറിയിരിക്കുന്നു. ഏകദേശം 100ഓളം പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിൽ നോക്കിയാൽ 2306 പേരായിരുന്നു കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആപ്ലിക്കൻസ് ആയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ എത്രയാണ്? 1929 മാറിയിട്ടുണ്ട്. 300 മുകളിൽ അല്ലെ, 300 മുകളിൽ ആപ്ലിക്കൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറഞ്ഞിരിക്കുകയാണ്. അവിടെ കോട്ടയത്താണെങ്കിലോ 1506 പേരാണ് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്, ഇപ്പൊ എത്രയാണ്? 1263. ഏകദേശം 200 മുകളിൽ അല്ലെ ആപ്ലിക്കൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഇടുക്കിയിൽ 1894 പേരായിരുന്നു, ഇപ്പോൾ 1638 ആയിട്ടുണ്ട് അല്ലെ. ഒരു 200ഓളം പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെയും കുറഞ്ഞിരിക്കുകയാണ്. എറണാകുളത്ത് നോക്കിയാൽ 3490 പേരായിരുന്നു, ഇപ്പോൾ 2970 പേരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 500ഓളം പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെയും എന്താണ്? ആപ്ലിക്കൻസിൽ കുറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ജില്ലകൾ പരിശോധിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കിയേ, തൃശ്ശൂരിൽ എത്ര പേരാണ്? 2274 പേരാണ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന എത്ര പേരാണ്? 1899 പേരാണ് അല്ലെ. അത് ഒരു 275 അടുത്ത് വരുന്നുണ്ട് അല്ലെ. പാലക്കാട് 2603 ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 2232 ഏകദേശം 300 മുകളിൽ വന്നിട്ടുണ്ട്. മലപ്പുറത്താണെങ്കിൽ 2628 പേരായിരുന്നു, ഇപ്പോൾ 2229 കുറഞ്ഞിരിക്കുകയാണ്. അവിടെയും ഒരു 400 പേരുടെ കുറവ് വന്നിട്ടുണ്ട് അല്ലെ. കോഴിക്കോട് നോക്കിയേ, 3884 പേരായിരുന്നു, ഇപ്പോൾ എത്രയായി? 3340 ആയിട്ടുണ്ട്. 500 പേരോളം എന്ത് ചെയ്തിരിക്കുകയാണ്? കുറഞ്ഞിരിക്കുകയാണ്. വയനാട് 518 പേരാണ് അപ്ലൈ ചെയ്തത്, ഇപ്പോൾ എത്രയായി? 422 പേരായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ 1719 പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 1446 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് നോക്കി 738 പേര് അപ്ലൈ ചെയ്തു, ഇപ്പോൾ എത്രയാണ്? 638. കറക്റ്റ് 100 പേര് എന്ത് ചെയ്തിരിക്കുകയാണ്? കുറഞ്ഞിരിക്കുകയാണ്. ടോട്ടൽ ആപ്ലിക്കൻസ് എത്രയായിരുന്നു? 29,363. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അത് എത്ര ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്? 24,917. അപ്പൊ നിങ്ങൾ മത്സരിക്കേണ്ടത് 24,916 പേരോട് കൂടിയാണോ? അതാത് ജില്ലകളിലാണ് അല്ലെ. ജില്ലാ വൈസ് എക്സാം ആണ്. അപ്പോൾ ഓരോ ജില്ലയിലെയും വേക്കൻസി എത്രയാണെന്നുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി എത്രയാണെന്ന് ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 24,917 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിഡിലിനായിട്ട് ഈ ജോലി ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒട്ടും താമസിക്കേണ്ട, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക, പഠിച്ച് സെപ്റ്റംബർ 30 നടക്കുന്ന എക്സാമിന് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും. ബൈ.